കേരള ക്രിക്കറ്റ് സാഗ ക്രിക്കറ്റിൻ്റെ പുതിയ വാതിലുകൾ തുറന്ന് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഫസി? നമ്മൾ പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. ഒട്ടനവധി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ പെരിന്തൽമണ്ണയിൽ വലിയ മാറ്റങ്ങൾക്ക് കാത്തിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയം. പുതിയ താരങ്ങൾ പിറവികൊള്ളുന്നുണ്ട്. അതിനു മുൻപ് ഇവിടെയുള്ള ഒരുക്കങ്ങൾ, പുത്തൻ തലമുറ താരങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് അറിയണം. ഒരുപാട് താരങ്ങൾ നമ്മൾ കളിച്ചു പോയൊരു മണ്ണാണിത്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരുപാട് താരങ്ങൾ വന്നു പോയ ഒരുപാട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചൊരു മണ്ണാണ്. മുതൽ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ KCA കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി കളിയും പരിശീലനവും ആരംഭിച്ചതാണ്. ഔട്ട്ഡോർ നെറ്റ്സ് ഉണ്ട്, മെയിൻ വിക്കറ്റുകളുണ്ട്, കൂടാതെ ഇൻഡോർ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ കുട്ടികൾക്ക് വേണ്ടി KCA ഒരുക്കിയിട്ടുണ്ട്. നല്ല ഹയർ ലെവലിൽ കളിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള പരിശീലനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ള ഭാഗമായിട്ട് പെരിന്തൽമണ്ണയിലും വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു ഗ്രൗണ്ടാണിത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലാണ്. കാരണം നമുക്ക് എന്ത് ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം എല്ലാത്തിനും ഇപ്പോൾ കുട്ടികളെ കൂടെ നിന്ന് അവർക്ക് പ്രാക്ടീസിന് എല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അനീസാറാണെങ്കിലും ബാക്കി സാറുമാരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ നമുക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. 2 വർഷം ഞാൻ KCAൻ്റെ കീഴിലുള്ള വയനാട് അക്കാഡമിയിലായിരുന്നു. പിന്നെ അതിന് ശേഷം തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. പിന്നെ അതുപോലെ ഇതെൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയാലും ഇൻഡോർ ആയാലും എല്ലാം ഉണ്ട്. പിന്നെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നല്ലതാണ്. ആദ്യം കുട്ടികൾ പ്ലാൻ ചെയ്യുന്നത് ഈ ജില്ലാ ടീമുണ്ടല്ലോ, ജില്ലാ ടീമാണ് കളിക്കുന്നത് ഇതിൽ NSK ടൂർണമെൻറ്റ്. ഇപ്പോൾ NSK ടൂർണമെൻറ്റാണ് ഈ KCLൻ്റെ ഒരു എന്താ പറയുക ബാക്ക് ബോൺ. ശരിക്കും അതിൽ നിന്നുള്ള പെർഫോമൻസിലാണ് കുട്ടികൾ അതിലേക്ക് വരിക. അതുകൊണ്ട് NSK ടീമിൽ വരാനാണ് കുട്ടികൾ ആദ്യം ആഗ്രഹിക്കുക. അതിനുശേഷം അതിലത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് KCLൽ വിളിക്കുക. അപ്പോൾ അതിനുള്ള പ്ലസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ NSK ടൂർണമെൻറ്റ് ഓൾറെഡി ഇത്തവണ സെമി ഫൈനലിസ്റ്റാണ് മലപ്പുറം. എറണാകുളമായിട്ട് സെമി ഫൈനലിൽ തോൽക്കുകയാണ് ചെയ്തത്. അതുവരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ 14 ജില്ലകളിൽ 4 ജില്ലയ്ക്കുള്ളിൽ മലപ്പുറം വരുന്നുണ്ടെന്നുള്ളതാണ്. അത് വലിയൊരു പ്ലസ് അല്ലേ. അപ്പോൾ പെരിന്തൽമണ്ണയിലെ പുത്തൻ താരോദയങ്ങൾ നമ്മൾ കണ്ടു. മലപ്പുറത്തിൻ്റെ ക്രിക്കറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞു. പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അടുത്ത സ്ഥലത്ത് കാണാം.